എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം അദ്ധ്യായം 16 വേണാട് 1314-1729 ഭാഗം 37 രവിവർമ്മ കുലശേഖരൻ്റെ 1299-1314 ഭരണാവസാനം വരെയുള്ള വേണാടിൻ്റെ ചരിത്രം 11-ാം അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു. 1729 മാർത്താണ്ഡവർമ്മ ഭരണാധികാരമേറ്റതുവരെയുള്ള വേണാടിൻ്റെ ചരിത്രമാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. രവിവർമ്മ കുലശേഖരൻ്റെ ഭരണകാലം വേണാടിൻ്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന ഘട്ടമാണെന്ന് നാം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭരണം 1314 പൊടുന്നനെ അവസാനിച്ചു. മരിക്കും മുൻപ് 1-2 വർഷം പിന്നെയും അദ്ദേഹം തമിഴ്നാട്ടിൽ ജീവിച്ചിട്ടുണ്ടാവാം. വീര ഉദയ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് 1314-1344 രവിവർമ്മ കുലശേഖരൻ്റെ അനന്തരഗാമി. വേണാട്ടിൽ മരുമക്കത്തായമനുസരിച്ച് അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാണ് ഇദ്ദേഹം. 1317 കാകതീയ രാജാവ് വീരപാണ്ഡ്യനോടൊപ്പം പരാജയപ്പെടുത്തിയ വേണാട്ട് രാജാവ് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു. ഈ പരാജയമുണ്ടായെങ്കിലും വീര ഉദയ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ പല സ്ഥലങ്ങളിലും ആധിപത്യം തുടരുകയുണ്ടായി. ആരുടെ മേൽക്കോയ്മയിലാണെന്ന് കാണിക്കാൻ അദ്ദേഹം വീരപാണ്ഡ്യൻ എന്ന ബിരുദം സ്വീകരിച്ചിരുന്നു. കോലത്തു നാട്ടിൽ നിന്ന് 2 രാജകുമാരിമാരെ വേണാട്ടിലേക്ക് ദത്തെടുത്ത് ആറ്റിങ്ങൽ താമസിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നിരിക്കണം. കുന്നുമ്മേൽ വീരകേരളവർമ്മ തിരുവടിയാണ് അടുത്ത വേണാട്ട് രാജാവ്. 1344 മുതൽ 1350 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലമെന്ന് കണക്കാക്കാം. ഏതോ പോറ്റി ബ്രാഹ്മണരുടെ മരണത്തിനിടവരുത്തുകയാൽ പ്രായശ്ചിത്തമായി 157 പറ നിലവും 3000 പണവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇദ്ദേഹം നൽകിയതിന് രേഖയുണ്ട്. ക്ഷേത്ര ഭരണാധികാരികളായ ഊരാളന്മാരും രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ കൂടെ സംഘട്ടനങ്ങളുണ്ടാവുകയും അവയിൽ ഊരാളന്മാരിൽ പലരും മരിക്കുകയും അക്കാലത്ത് സാധാരണമായിരുന്നു. ഇരവിവർമ്മയുടെയും അദ്ദേഹത്തിൻ്റെ അനുജൻ ഇരവി ആദിത്യവർമ്മയുടെയും കഴിവുറ്റ ഭരണത്താൽ ബാസുരമാണ് കൊല്ലം 525 മുതൽ 558 വരെയുള്ള വേണാടിൻ്റെ ചരിത്രം. AD 1350-1383. സുപ്രസിദ്ധമായ ഉണ്ണുനീലി സന്ദേശത്തിൽ സന്ദേശവാഹകനായി കൽപ്പിച്ചിരിക്കുന്നത് ആദിത്യവർമ്മയെ ആണ്. അന്നത്തെ പ്രശസ്തനായ വേണാട്ട് രാജാവെന്ന നിലയിൽ ഇരവിവർമ്മയും ആ കാവ്യത്തിൽ വർണ്ണിക്കപ്പെടുന്നുണ്ട്. ഇരവിവർമ്മയുടെ 1350-1376 ഭരണാരംഭകാലത്ത് തുലുക്കൻ പട തോവാള പ്രദേശങ്ങൾ കൂടെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഈ ആക്രമണങ്ങൾ ചെറുക്കാനും തെക്കേ അതിർത്തിയുടെ പ്രതിരോധം സുശക്തമാക്കാനും ഇരവിവർമ്മ കോട്ടാറ്റും അമരാവതിയിലും 2 കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. രാജാവും യുവരാജാവും തെക്കൻ പ്രദേശങ്ങളിൽ മാറി താമസിച്ചുകൊണ്ടിരുന്നു. സാഹിത്യാദി കലകളെ ഔദാര്യപൂർവ്വം പ്രോത്സാഹിപ്പിച്ച ഇരവിവർമ്മയുടെ ആസ്ഥാന കവികളിൽ ഒരാളായിരിക്കണം ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ കർത്താവ്. ആദിത്യവർമ്മ സർവാംഗനാഥൻ. ഇരവിവർമ്മയ്ക്ക് ശേഷം ഭരണമേറ്റ ആദിത്യവർമ്മ സർവാംഗനാഥൻ 1376-1383 കവി, പണ്ഡിതൻ, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ ഉന്നത സിദ്ധികൾ ആർജിച്ചിരുന്നു. യുദ്ധവീരൻ എന്ന നിലയ്ക്കും അദ്ദേഹം തുല്യ പ്രശസ്തി നേടി. സംഗ്രാമധീരൻ, യുദ്ധവീരൻ എന്നും സർവാംഗനാഥൻ, സർവവിദ്യാധിചക്ഷണൻ എന്നും ഉണ്ണുനീലി സന്ദേശത്തിൽ അദ്ദേഹം വാഴ്ത്തപ്പെടുന്നു. വ്യാകരണം, സംഗീതം, സ്മൃതികൾ, അർത്ഥശാസ്ത്രം, പുരാണങ്ങൾ, ആത്മശാസ്ത്രം, തർക്കം എന്നിവയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അഗാധ പാണ്ഡിത്യത്തെക്കുറിച്ച് വടശ്ശേരി കൃഷ്ണൻ കോവിലിലെ ഒരു ശാസനത്തിൽ വിവരിച്ചിട്ടുണ്ട്. 36 തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ അദ്ദേഹം നേടിയ നൈപുണ്യവും വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ തുളുക്കൻ പടയെ അമർത്തുന്നതിലും ഇസ്ലാം മതത്തിൻ്റെ മുന്നേറ്റം തടയുന്നതിലും തൃപ്പാപ്പൂർ മൂപ്പനെന്ന നിലയിൽ ആദിത്യവർമ്മ അസാമാന്യമായ സമരവീര്യം പ്രദർശിപ്പിച്ചു. ഇദ്ദേഹം ശകവർഷം 1296 AD 1374-1375 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൃഷ്ണൻ കോവിലും ഗോശാലയും മണ്ഡപവും ദീപികാഗൃഹവും നിർമ്മിച്ചതായി അവിടത്തെ കൃഷ്ണസ്വാമി കോവിലിലെ ഒരു ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിഷ്ണുഭക്തനായിരുന്ന ഇദ്ദേഹം തിരുവനന്തപുരത്തെയും
തിരുവട്ടാറ്റെയും ദേവന്മാരെ വാഴ്ത്തിക്കൊണ്ട് 2 ദശകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആകെ കൂടി വേണാടിൻ്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു ആദിത്യവർമ്മ സർവാംഗനാഥൻ്റെ ഭരണം. ചേര ഉദയ മാർത്താണ്ഡവർമ്മ. ആദിത്യവർമ്മ സർവാംഗനാഥന് ശേഷം ചേര ഉദയ മാർത്താണ്ഡവർമ്മയാണ് 1383-1444 രാജാവായത്. വേണാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ട ഭരണകാലം ഇദ്ദേഹത്തിൻ്റേതാണ്. തിരുനെൽവേലി ജില്ലയിൽ ചില പ്രദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലായിരുന്നു. ചേര മഹാദേവി ഇപ്പോഴത്തെ ഷെർമാദേവിയിലായിരുന്നു ഏറിയ കാലവും അദ്ദേഹം താമസിച്ചിരുന്നത്. ചേര മാർത്താണ്ഡൻ്റെ കാലം മുതൽ വേണാട് ക്രമേണ തിരുനെൽവേലി പ്രദേശങ്ങളുടെ ഉൾഭാഗത്തേക്കും വ്യാപിക്കുകയുണ്ടായി. ഇദ്ദേഹം നാടുവാഴുമ്പോൾ റെട്ടിയപ്പുരത്തെ ജമീന്ദാർ വള്ളിയൂർ ആക്രമിച്ചെങ്കിലും അന്നത്തെ തൃപ്പാപ്പൂർ മൂപ്പനായിരുന്ന രവിവർമ്മ ജമീന്ദാരെ തോൽപ്പിച്ചോടിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും നടത്തിവരാറുള്ള കരിവേലങ്കുളം പൂജ രവിവർമ്മയുടെ ആ വിജയത്തിൻ്റെ സ്മാരകമാണ്. ചേര ഉദയമാർത്താണ്ഡവർമ്മ ശുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനായിരുന്നു. അദ്ദേഹമാണ് അവിടെ സഭാമണ്ഡപം നിർമ്മിച്ചത്. മണിപ്രവാളത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായ ലീലാതിലകം രചിക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. അതിൽ ഉദയമാർത്താണ്ഡൻ പലവാറ് വാഴ്ത്തപ്പെടുന്നുണ്ട്. ചേരമാർത്താണ്ഡൻ്റെ തൊട്ടടുത്ത പിൻഗാമികൾ രവിവർമ്മയും 1444-1458, ശ്രീ വീരരാമ മാർത്താണ്ഡവർമ്മ കുലശേഖരനും 1458-1469, കോത ആദിത്യവർമ്മയും 1469-1484 ആണ്. ഇവരിൽ കോത ആദിത്യവർമ്മ തിരുനെൽവേലിയിലെ കല്ലിടക്കുറിച്ചിയിലാണ് അധികകാലവും താമസിച്ചത്. തൃക്കണംകുടി ക്ഷേത്രത്തിലെ മണിയിൽ കൊല്ലം 644 AD 1469 രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനത്തിൽ ഇദ്ദേഹത്തെ ജയസിംഹ വംശത്തിൻ്റെ ആഭരണമെന്നും ചിറവ മൂപ്പനെന്നും തെൻവഞ്ചിയിലെ കൊല്ലം രാജാവെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. തെൻവഞ്ചി എന്നാൽ കൊല്ലം, തെൻവഞ്ചിയിലെ രാജാവ് അഥവാ കൊല്ലത്തെ രാജാവ് എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. രവിവർമ്മ. അടുത്ത വേണാട്ട് രാജാവായ രവിവർമ്മ 1484-1512 നല്ല രീതിയിലുള്ള ഒരു ഭരണക്രമം ഏർപ്പെടുത്തി. അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ യോഗക്കാരുടെയും പാർശ്വവർത്തികളുടെയും അധികാരങ്ങൾ നിയന്ത്രിച്ചു. രവിവർമ്മയുടെ ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ ശക്തി പ്രാപിച്ച വിജയനഗര സാമ്രാജ്യം അതിൻ്റെ ആക്രമണപരമായ പ്രവർത്തനങ്ങൾ വേണാടിൻ്റെ അതിർത്തികളോളം വ്യാപിപ്പിച്ചു. വേണാട്ട് രാജാവ് വിജയനഗര രാജാവായ നരസിംഹനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് അന്നത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽബുക്കർക്കിൻ്റെ രേഖകൾ സാക്ഷ്യം വഹിക്കുന്നു. രവിവർമ്മയുടെ കാലത്താണ് പോർച്ചുഗീസുകാരും വേണാടും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. കൊല്ലം തുറമുഖത്ത് കുരുമുളകു വ്യാപാരം നടത്താനുള്ള സൗകര്യങ്ങൾ പോർച്ചുഗീസുകാർക്ക് നൽകപ്പെട്ടു. രവിവർമ്മയ്ക്ക് ശേഷം ഭരണാധികാരമേറ്റ രവി കേരളവർമ്മ 1514 മരിച്ചു. അനന്തരം 1516 വരെ ജയസിംഹ കേരളവർമ്മയാണ് നാടുവാണത്. പരശുരാമ പെരുംതെരുവിലെ സ്തംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനം ഇദ്ദേഹത്തിൻ്റെതാണ്. അവശവർഗക്കാർക്ക് പല അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ടുള്ളതാണ് പ്രസ്തുത രേഖ. ഭൂതല വീര ശ്രീ വീര ഉദയ മാർത്താണ്ഡവർമ്മ. ഭൂതല വീരശ്രീ വീര ഉദയമാർത്താണ്ഡവർമ്മ 1516-1535 ആണ് അടുത്ത രാജാവ്. ഒന്നാന്തരമൊരു യോദ്ധാവായിരുന്ന ഇദ്ദേഹം പാണ്ഡ്യരിൽ നിന്ന് തിരുനെൽവേലിയുടെ ഭൂരിഭാഗവും പിടിച്ചെടുത്തു. ഈ വിജയത്തിൻ്റെ സ്മാരകമായി വെൻഡു മൺകൊണ്ട ഭൂതലവീരൻ എന്ന ബിരുദം അദ്ദേഹം സ്വീകരിച്ചു. ഉദയമാർത്താണ്ഡവർമ്മ കളക്കാട്ട് വീരമാർത്താണ്ഡ ചതുർവേദി മംഗലത്ത് ഒരു പുതിയ കൊട്ടാരം പണിയിച്ച് ആസ്ഥാനം അങ്ങോട്ട് മാറ്റി. ഇദ്ദേഹം ഒരു ചോള രാജകുമാരിയെ വിവാഹം കഴിക്കുകയും ആ രാജകുമാരിയുടെ വംശചിഹ്നത്തെ ആസ്പദമാക്കി പുലിമാർത്താണ്ഡൻ എന്ന് സ്വയം വിളിക്കുകയും ചെയ്തു. വീരപ്പുലി അണ എന്ന പേരിൽ ഇദ്ദേഹം ഒരണ നിർമ്മിച്ചു. അംബാസമുദ്രം, മന്നാർകോവിൽ, കളക്കാട്, ശുചീന്ദ്രം എന്നിങ്ങനെ നാഞ്ചിനാട്, തിരുനെൽവേലി പ്രദേശങ്ങളിലുള്ള നക്ഷത്രങ്ങൾക്ക് ഇദ്ദേഹം വമ്പിച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അന്യമതങ്ങളോട് ആദരമുണ്ടായിരുന്ന ഭൂതലവീരൻ നാഗർകോവിലിലെ ജൈനക്ഷേത്രത്തിന് വസ്തുവകകൾ ദാനം ചെയ്തു.
കന്യാകുമാരിയിലെ കടലോര ഗ്രാമങ്ങളിൽ മീൻ പിടിച്ച് കഴിഞ്ഞുകൂടുന്ന ക്രിസ്ത്യൻ പരവന്മാരെ ഗ്രാമാധികാരികൾ ഈടാക്കിക്കൊണ്ടിരുന്ന ഭാരിച്ച ചില നികുതികളിൽ നിന്ന് ഇദ്ദേഹം ഒഴിവാക്കി. ഉദയമാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് വേണാട് വടക്ക് കന്നേറ്റിയിൽ നിന്ന് തെക്ക് കന്യാകുമാരി വരെ മാത്രമല്ല പാണ്ഡ്യരാജ്യത്തിന്റെ തെക്കൻ ഭാഗവും ഉൾക്കൊണ്ടിരുന്നു. വിജയനഗരവുമായുണ്ടായ യുദ്ധം. ഭൂതല വീര ഉദയമാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വേണാട് വിജയനഗരവും തമ്മിൽ ഒരു വലിയ സംഘട്ടനമുണ്ടായി. വിജയനഗര രാജാവിനെ എതിർത്ത വീരനരസിംഹൻ ചെല്ലപ്പ എന്ന സാമന്തന് വേണാട്ട് രാജാവ് രാഷ്ട്രീയാഭയം നൽകി. അച്യുതരായരായിരുന്നു അന്നത്തെ വിജയനഗര രാജാവ്. വേണാട്ട് രാജാവിനെ ശിക്ഷിച്ച് വീരനരസിംഹനെ പിടിച്ചുകൊണ്ടു ചെല്ലാൻ അച്യുതരായർ പ്രധാനമന്ത്രിയും സ്യാലനുമായ ശലാകതിമ്മയെ നിയോഗിച്ചു. വേണാടും വിജയനഗരവും തമ്മിൽ താമ്രപർണിയുടെ തീരത്തുവെച്ച് ഐതിഹാസികമായ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ തോറ്റ വേണാട്ട് രാജാവ് വിജയനഗരത്തിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാൻ നിർബന്ധിതനായി. അദ്ദേഹം ചെല്ലപ്പയെ ശലാകതിമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയും വിജയനഗര രാജാവിന് പാരിതോഷികമായി ഏതാനും ആനകളെയും കുതിരകളെയും കൊടുത്തയക്കുകയും ചെയ്തു. നേരത്തെ പാണ്ഡ്യരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്ന പ്രദേശങ്ങളിൽ പലതും ഉദയമാർത്താണ്ഡന് നഷ്ടപ്പെട്ടു. അവ ശ്രീവല്ലഭൻ എന്ന പാണ്ഡ്യരാജാവിന് അധീനമായി. വേണാടും വിജയനഗരവും തമ്മിലുണ്ടായ യുദ്ധം എങ്ങനെ കലാശിച്ചു എന്നതിനെക്കുറിച്ച് അച്യുതരായന്റെ ആസ്ഥാന കവിയായിരുന്ന രാജനാഥൻ എഴുതിയ അച്യുതരായാഭ്യുദയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ തോൽവി പിണഞ്ഞെങ്കിലും ഉദയമാർത്താണ്ഡൻ തിരുനെൽവേലിയുടെ ഏറിയ ഭാഗങ്ങളിലും ആധിപത്യം തുടരുകയുണ്ടായി. ഉദയമാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം 1535 ഭൂതലവീര രവിവർമ്മ രാജാവായി. സഹ്യപർവ്വതത്തിനപ്പുറത്തുണ്ടായിരുന്ന ദേശങ്ങൾ അദ്ദേഹം അതുപോലെ തന്നെ നിലനിർത്തി. എന്നുവരെ അദ്ദേഹം നാടുവാഴുകയുണ്ടായെന്ന് കൃത്യമായി അറിയാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ അനന്തരഗാമികളായ രാമകേരളവർമ്മയുടെയും ആദിത്യവർമ്മയുടെയും ഭരണകാലത്ത് ദേവസ്വം വസ്തുക്കളിലെ കാരാളരും രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ കൂടെ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. 1544 ആദിത്യവർമ്മ മരിച്ചപ്പോൾ ശ്രീ വീരകേരളവർമ്മ 1544-45 സിംഹാസനാരോഹണം ചെയ്തു. ഇക്കാലത്താണ് ജസ്യൂട്ട് പുരോഹിതനായ സെന്റ് ഫ്രാൻസിസ് സേവ്യർ മതപ്രചാരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണാട്ടു രാജാവ് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ശ്രീ വീരകേരളവർമ്മയുടെ കാലത്ത് വേണാടും വിജയനഗരവും തമ്മിൽ ഒരു സായുധ സംഘട്ടനമുണ്ടായി. കടൽ തീരത്തെ മീൻപിടുത്ത ഗ്രാമങ്ങളിലെ പരവന്മാരെ വമ്പിച്ച തോതിൽ ക്രിസ്തുമതത്തിൽ ചേർക്കുന്നത് തടയുക എന്നതായിരുന്നു വിജയനഗരം നാഞ്ചിനാട്ടേക്ക് നയിച്ച പടയോട്ടത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇപ്രകാരമുള്ള മതപരിവർത്തനത്തിന് സൗകര്യം കൊടുത്ത വേണാട്ട് രാജാവിന്റെ മതസഹിഷ്ണുതാ നയം വിജയനഗര രാജാവിന് ഇഷ്ടമായില്ല. വേണാട്ടു രാജാവ് മുറ പോലെ കപ്പം കൊടുക്കാതിരുന്നതും അദ്ദേഹം പാണ്ഡ്യരാജ്യം കൂടെ ആക്രമിച്ചതുമായിരുന്നു യുദ്ധത്തിന്റെ അടിയന്തര കാരണങ്ങൾ. രാമരായ വിട്ടലന്റെ നേതൃത്വത്തിൽ വിജയനഗര സൈന്യത്തിന് ജയമുണ്ടായി. രാമരായൻ ശുചീന്ദ്രം വരെ വന്നെന്നും ശുചീന്ദ്രം ക്ഷേത്രത്തിലെ സുപ്രസിദ്ധമായ ഗോപുരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയുണ്ടായെന്നും പറയപ്പെടുന്നു. വേണാടും വിജയനഗരവും തമ്മിലുള്ള ഭിന്നതകൾ അവസാനിപ്പിക്കുന്നതിൽ സെന്റ് ഫ്രാൻസിസ് സേവ്യർക്ക് ഗണ്യമായ ഒരു പങ്കുണ്ടായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഭൂതല വീര ശ്രീ കേരളവർമ്മയ്ക്ക് ശേഷം വേണാട് ഭരിച്ചത് രാമവർമ്മ 1545-56 രാമവർമ്മയും ഉണ്ണിക്കേരളവർമ്മയും ആയിരുന്നു. രാമവർമ്മയായിരുന്നു വിജയനഗരവുമായി സമാധാന സന്ധി ഉണ്ടാക്കിയത്. ഉണ്ണിക്കേരളവർമ്മ എത്രകാലം ഭരണം നടത്തിയെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം 1568 നാടുവാഴുന്നതായി ക്ഷേത്രരേഖകൾ കൊണ്ട് കാണാം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിട്ടലന്റെ നേതൃത്വത്തിൽ വിജയനഗര സൈന്യം വീണ്ടും 1558 വേണാട് ആക്രമിച്ചു. പക്ഷെ ഇത്തവണ വിട്ടലൻ തോൽപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ സൈന്യം അമ്പരന്ന് പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ഈ യുദ്ധത്തിലോ തുടർന്നുണ്ടായ ബഹളത്തിലോ വിട്ടലൻ വധിക്കപ്പെട്ടിട്ടുണ്ടാവണം. ഈ വിജയത്തോടുകൂടി വേണാട് വിജയനഗരത്തിന്റെ ആധിപത്യ ഭാരം തട്ടിത്തെറിപ്പിച്ചു. ശ്രീ വീര ഉദയമാർത്താണ്ഡവർമ്മയായിരുന്നു ഉണ്ണിക്കേരളവർമ്മയുടെ അനന്തരഗാമി. അദ്ദേഹം 1595 മരിച്ചപ്പോൾ ശ്രീ വീര രവിവർമ്മ ഭരണമേറ്റു.
പരമഭക്തനായിരുന്ന ഇദ്ദേഹം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിലും പൂജകളിലുമായിരുന്നു പ്രധാനമായും ശ്രദ്ധിച്ചത്. ശ്രീ വീര രവിവർമ്മയുടെ പിന്തുടർച്ചക്കാരായ ആദിത്യവർമ്മയും രാമവർമ്മയും 1609 തൊട്ട് 1610 വരെ ഒരു ഹ്രസ്വകാലത്തേക്ക് ഭരിച്ചുള്ളൂ. 1610 മുതൽ 1611 വരെ മറ്റൊരു രാമവർമ്മയും നാടുവാണതായി തോന്നുന്നു. അദ്ദേഹത്തിന് ശേഷം രവിവർമ്മ രാജാവായി. തിരുമല നായിക്കന്റെ ആക്രമണം. രവിവർമ്മ 1611-1663 കാലത്തുണ്ടായ സുപ്രധാനമായ സംഭവ വികാസമാണ് മധുരയിലെ തിരുമല നായിക്കന്റെ നാഞ്ചിനാട് ആക്രമണം. 1542 അച്യുതരായൻ മരിച്ചതിന് ശേഷം ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ മധുരയിലെ നായിക്കന്മാർ സ്വാതന്ത്ര്യം സ്ഥാപിച്ചെടുത്തു. നായിക്ക വംശത്തിന്റെ സ്ഥാപകനായ വിശ്വനാഥ നായിക്കൻ 1553 പാണ്ഡ്യരാജാവിനെ കീഴ്പ്പെടുത്തിയിട്ട് നാഞ്ചിനാടിന്റെ അതിർത്തികൾ വരെ എത്തി. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവകാശികൾ എന്ന നിലയിൽ നാഞ്ചിനാട്ടിൽ നിന്ന് കപ്പം പിരിക്കാനുള്ള അധികാരം തങ്ങൾക്കാണെന്ന അവകാശവാദത്തിന്റെ മറപറ്റിയാണ് അവർ നാഞ്ചിനാട്ടിലേക്ക് നുഴഞ്ഞു കയറിയത്. വേണാട്ട് രാജാവിനെ കൊണ്ട് മധുരയുടെ മേൽക്കോയ്മ അംഗീകരിപ്പിക്കുക, നാഞ്ചിനാട്ടെ സമൃദ്ധമായ സമ്പത്തെല്ലാം സ്വന്തമാക്കുക എന്നിങ്ങനെ രണ്ടായിരുന്നു തിരുമല നായിക്കന്റെ ലക്ഷ്യങ്ങൾ. നായിക്കന്റെ ആക്രമണത്താൽ കൃഷി ചെയ്യാൻ കഴിയാതെ പോയ നാഞ്ചിനാട്ടിലെ പണ്ടാരപ്പാട്ടക്കാരുടെ നികുതിയെ സംബന്ധിച്ച് വേണാട്ട് രാജാവ് കൊല്ലവർഷം 837 കുംഭത്തിൽ AD 1662 പുറപ്പെടുവിച്ച ഒരു നീട്ടിലാണ് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത്. ഒന്നാമത്തെ ആക്രമണമുണ്ടായത് AD 1634 ഈ രേഖയിൽ നിന്ന് തെളിയുന്നുണ്ട്. രാമപ്പയ്യന്റെ മധുരപ്പട ഇരവിക്കുട്ടിപ്പിള്ളയുടെ വേണാട്ടു സൈന്യത്തെ കണിയാങ്കുളം യുദ്ധത്തിൽ തോൽപ്പിച്ചതായി രാമപ്പയ്യൻ അമ്മാന എന്ന പാട്ടിൽ പറയുന്നു. ഇരവിക്കുട്ടിപ്പിള്ള മധുര സൈന്യത്തോട് അസാമാന്യ ധീരതയോടെ പൊരുതി വീരചരമം പ്രാപിച്ചതാണ് ഇരവിക്കുട്ടിപ്പിള്ള പാട്ടിന്റെ ഇതിവൃത്തം. തിരുമല നായിക്കന്റെ സൈന്യങ്ങൾ പല പ്രാവശ്യം നാഞ്ചിനാട് ആക്രമിച്ച് കൊള്ളയടിച്ചതായും ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം ആ പ്രദേശങ്ങൾ അരാജകാവസ്ഥയിലായിരുന്നതായും അവിടെ നിന്ന് കിട്ടിയ അക്കാലത്തെ ശാസനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിച്ചതാണ് രവിവർമ്മയുടെ ഭരണകാലത്തെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം. ക്ഷേത്ര ഭരണാധികാരികളുമായുള്ള മത്സരം. രവിവർമ്മ 1663-1672 ആദിത്യവർമ്മ 1672-1677 അടുത്ത രാജാക്കന്മാർ. കൊച്ചിയിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട ഇവർ രണ്ടുപേരും തികച്ചും അപ്രാപ്തരായിരുന്നു. രാജാവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ യോഗക്കാരും തമ്മിൽ ക്ഷേത്രഭരണകാര്യത്തിലുണ്ടായ തീവ്രമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മിക്കവാറും അസ്വസ്ഥമായിരുന്നു ആദിത്യവർമ്മയുടെ ഭരണകാലം. രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 8 ഊരാളന്മാരടങ്ങുന്ന 8 യോഗമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിയിരുന്നത്. യോഗത്തിന്റെ കാലേക്കൂട്ടിയുള്ള അനുവാദവും രാജാവിന്റെ അന്തിമ അംഗീകാരമില്ലാതെ പ്രധാനപ്പെട്ട ക്ഷേത്രകാര്യങ്ങളൊന്നും നടത്തരുതെന്നായിരുന്നു വ്യവസ്ഥ. ഈ കാലഘട്ടത്തിൽ യോഗക്കാർ ക്ഷേത്രം വക വസ്തുക്കൾ 8 ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിയെ ഏൽപ്പിച്ചു. എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന പേരിൽ പ്രസിദ്ധരാണ് ഈ മാടമ്പിമാർ. കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, വെങ്ങാനൂർ, രാമനാമഠം, മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്തമായ 8 ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന് പറയപ്പെടുന്നു. മതപരമായ എല്ലാ അധികാരങ്ങളും യോഗക്കാർക്കായിരുന്നു, രാഷ്ട്രീയാധികാരം പിള്ളമാർക്കും. യോഗക്കാരുടെയും പിള്ളമാരുടെയും കൂട്ടുകെട്ട് രാജാധികാരത്തിന് ഗുരുതരമായ ഭീഷണിയായി ഭവിച്ചു. രാജാവിന്റെ ആളുകൾ ഒരു ഭാഗത്തും ക്ഷേത്രവൃത്തിക്കാരും ദേവസ്വം കുടിയാന്മാരും മറുഭാഗത്തുമായി നിരന്തരം സംഘട്ടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആദിത്യവർമ്മയുടെ ഭരണകാലത്ത് യോഗക്കാർ തമ്മിൽ കലഹിക്കുകയും തൽഫലമായി പത്മനാഭസ്വാമി ക്ഷേത്രം അടച്ചിടേണ്ടി വരികയും ചെയ്തു. ആറ്റിങ്ങൽ മൂത്ത റാണിയും ആദിത്യവർമ്മയും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞൊതുക്കാൻ ശ്രമിക്കുകയുണ്ടായെങ്കിലും യോഗക്കാർ തമ്മിലുള്ള വഴക്ക് ക്ഷേത്രത്തിലെ പല ചടങ്ങുകളും മുടങ്ങാൻ കാരണമായി. 1677 ആദിത്യവർമ്മ നാട് നീങ്ങി.
രാജാവിൻ്റെ തിരുവനന്തപുരം കൊട്ടാരം തീ വെച്ച് നശിപ്പിച്ചെന്നും അദ്ദേഹത്തെ യോഗക്കാർ വിഷം കൊടുത്തു കൊന്നെന്നുമുള്ള കഥകൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കൽക്കുളത്ത് ദർപ്പക്കുളങ്ങര കൊട്ടാരത്തിൽ വെച്ച് സാധാരണഗതിയിലായിരുന്നു അദ്ദേഹം മരിച്ചത്. ഉമയമ്മ റാണിയുടെ താൽക്കാലിക ഭരണം. അടുത്ത രാജാവകാശിയായ രവിവർമ്മയ്ക്ക് പ്രായം തികയായികയാൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി മാതൃസഹോദരിയായ ഉമയമ്മ റാണി ഭരണമേറ്റു. 1677 മുതൽ 1684 വരെ നീണ്ടുനിന്ന റാണിയുടെ ഭരണത്തിൽ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഉണ്ടായി. ഉമയമ്മ റാണിയുടെ 6 പുത്രന്മാരിൽ 5 പേരെയും ശത്രുക്കൾ തിരുവനന്തപുരത്ത് മണക്കാട്ടുണ്ടായിരുന്ന കളിപ്പാൻകുളത്തിൽ മുക്കിക്കൊന്നുവെന്ന കഥ സത്യമാണെന്ന് അടുത്ത കാലം വരെ ആളുകൾ വിശ്വസിച്ചു പോന്നു. റാണിക്ക് മക്കളെ ഉണ്ടായിരുന്നില്ലെന്ന യാഥാർത്ഥ്യം പിൽക്കാലത്താണ് വെളിപ്പെട്ടത്. ഇക്കാര്യവും അന്ന് തിരുവനന്തപുരമായിരുന്നില്ല, കൽക്കുളമായിരുന്നു വേണാടിൻ്റെ തലസ്ഥാനം എന്ന വസ്തുതയും കളിപ്പാൻകുള സംഭവം വെറുമൊരു കെട്ടുകഥയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ധൈര്യവും കാര്യശേഷിയുമുള്ളവരായിരുന്നു ഉമയമ്മ റാണി. ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ഹാജരാക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചുകൊണ്ട് റാണി യോഗക്കാരെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി. വേണാട്ടിലേക്ക് ഒരു രാജകുമാരനെ ദത്തെടുക്കേണ്ട കാര്യം വന്നപ്പോൾ റാണി കൊച്ചുരാമൻ ഉണ്ണിപ്പണ്ടാരത്തിലിനെ സ്വമനസാലെ ദത്തെടുത്തു. ഇത് പേരകത്താഴ്വഴിയിലെ നെടുമങ്ങാട്ട് കേരളവർമ്മയെ അരിശം കൊള്ളിച്ചു. അദ്ദേഹം തൻ്റെ അനുജനെ ദത്തെടുക്കണമെന്ന് ആദ്യം നിർബന്ധിച്ചെങ്കിലും വഞ്ചി രാജവംശത്തിൻ്റെ എല്ലാ ശാഖകളിലും വെച്ച് മൂത്തയാൾ താനാകയാൽ തനിക്കാണ് വേണാടിൻ്റെ ഭരണാവകാശം എന്നായി പിന്നത്തെ വാദം. ഉമയമ്മ റാണിയുടെ ദത്തിൽ പ്രകോപിതനായ കേരളവർമ്മ കൊട്ടാരക്കര ശാഖയുടെ സഹായത്തോടെ തിരുവനന്തപുരം ആക്രമിച്ചു. റാണി സുരക്ഷിതത്വം കരുതി വർക്കലയ്ക്ക് പിൻവാങ്ങി. അവിടെ താമസിച്ചുകൊണ്ട് ഒരു സൈന്യത്തെ ശേഖരിച്ചു. കേരളവർമ്മയും സൈന്യവും നെയ്യാറ്റിൻകരയ്ക്ക് നീങ്ങി. ഇതിനിടയിൽ ആറ്റിങ്ങൽ മൂത്ത റാണി ഉമയമ്മ റാണിയുടെ സഹോദരി അന്തരിച്ചു. തുടർന്ന് ഉമയമ്മ റാണി കോലത്തുനാട്ടിൽ നിന്ന് 3 പേരെ ദത്തെടുത്തു. ഇതറിഞ്ഞ കുപിതനായ കേരളവർമ്മ പടയുമായി രാജധാനിയായ കൽക്കുളത്തേക്ക് തിരിച്ചു. ഉമയമ്മ റാണിയുടെ സൈന്യം പെട്ടെന്ന് തെക്കോട്ട് നീങ്ങി. അവർ കൽക്കുളം, എടക്കോട് എന്നീ സ്ഥലങ്ങളിൽ വെച്ച് കേരളവർമ്മയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി. യുദ്ധം നിർണായകമായിരുന്നില്ല. ഇതിനിടെ കേരളവർമ്മയ്ക്ക് യാപ്യക്കൂർ, ഇളങ്കൂർ സ്ഥാനം നൽകാമെന്ന ധാരണയിൽ സന്ധിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സൈന്യം നെടുമങ്ങാട്ടേക്ക് പിൻവാങ്ങി. മുഗൾ സർദാർ എന്ന് പറയാറുള്ള സാഹസികനായ ഒരു മുസ്ലിം വേണാടിൻ്റെ തെക്കൻ ഭാഗം ആക്രമിച്ചതായിരുന്നു ഇക്കാലത്തെ മറ്റൊരു സംഭവം. അയാൾ നാഞ്ചിനാട് കടന്ന് തിരുവനന്തപുരത്തെത്തി. മണക്കാട് താവളമടിച്ചു. എടവ വരെയുള്ള പ്രദേശങ്ങൾ മുഗിലൻ പടയ്ക്കധീനമായി. ഉമയമ്മ റാണി നെടുമങ്ങാട്ട് അഭയം തേടി. ഈ സന്ദർഭത്തിൽ റാണിക്ക് ഭാഗ്യവശാൽ പരാക്രമശാലിയായ കോട്ടയം കേരളവർമ്മയുടെ സേവനം ലഭിച്ചു. അദ്ദേഹം വടക്കൻ മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തീർത്ഥയാത്ര വന്നതായിരുന്നു. വേണാട്ട് താമസിച്ചുകൊണ്ട് ഭരണകാര്യങ്ങളിൽ തന്നെ സഹായിക്കാൻ റാണി അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഉമയമ്മ റാണി കേരളവർമ്മയെ വേണാട്ട് രാജകുടുംബത്തിലേക്ക് ദത്തെടുത്ത് ഹിരണ്യസിംഹനല്ലൂർ രാജകുമാരൻ, ഇരണിയൽ രാജകുമാരൻ എന്ന പദവി നൽകി. രാജ്യത്ത് നിന്ന് മുഗിലൻ പടയെ തുടച്ചു നീക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നടപടി. കേരളവർമ്മ മുഗിലനെ പിന്തുടർന്ന് തിരുവട്ടാറ്റു വെച്ച് അയാളുമായി യുദ്ധം ചെയ്തു. മുഗിലനും അനുചരന്മാരിൽ അധികം പേരും വധിക്കപ്പെട്ടു. കേരളവർമ്മ ഉമയമ്മ റാണിയെ നെടുമങ്ങാട്ടു നിന്ന് ആഘോഷപൂർവ്വം തിരുവനന്തപുരത്തേക്ക് ആനയിച്ചു. അതിനുശേഷം രാജ്യകാര്യ നിർവഹണത്തിൽ അദ്ദേഹമാണ് റാണിയെ സഹായിച്ചത്. കേരളവർമ്മയുടെ നയങ്ങളിൽ വേണാട്ടിലെ മാടമ്പിമാർക്ക് പിൽക്കാലത്ത് കലശലായ അമർഷം തോന്നുകയാൽ അദ്ദേഹത്തിനെതിരായി ഒരു ഗൂഢാലോചന രൂപം കൊണ്ടു. കൊല്ലം 871 AD 1696 കേരളവർമ്മയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഗൂഢാലോചനക്കാർ വധിച്ചു. പുലപ്പേടി എന്നും മണ്ണാപ്പേടി എന്നും പറയപ്പെടുന്ന പ്രാചീനാചാരം നിരോധിച്ചുകൊണ്ടും പുലയരുടെയും മണ്ണാന്മാരുടെയും പീഡയെക്കുറിച്ചുള്ള പേടിയിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നൽകിക്കൊണ്ടും കേരളവർമ്മ കൊല്ലം 871 AD 1696 പ്രസിദ്ധപ്പെടുത്തിയ വിളംബരം തിരുവിതാംകോട് ശിലാശാസനം അദ്ദേഹത്തിന് ധീരനായ ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ശാശ്വത പദവി വേണാടിൻ്റെ ചരിത്രത്തിൽ നേടിക്കൊടുത്തിട്ടുണ്ട്. ഒരു കവി എന്ന നിലയിലും കേരളവർമ്മ സുപ്രസിദ്ധനാണ്. അദ്ദേഹം ശ്രീ പത്മനാഭൻ്റെ പാദാന്തികത്തിൽ നിന്നുകൊണ്ട് വാൽമീകി രാമായണം മുഴുവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി.
ഉമയമ്മ റാണിയുടെ കാലത്ത് ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കൊടുത്ത സ്ഥലത്ത് അവർ 1684 ഒരു വ്യാപാരശാല നിർമ്മിച്ചു. രവിവർമ്മ 1684 1718. രവിവർമ്മ പ്രായം തികഞ്ഞപ്പോൾ 1684 ഭരണഭാരമേറ്റു. അദ്ദേഹത്തിന്റെ കാലത്ത് ഇംഗ്ലീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകപ്പെട്ടു. അവിടെ ഒരു കോട്ട കെട്ടാൻ അവർക്ക് 1690 അനുവാദം ലഭിച്ചു. 1695 കോട്ട പൂർത്തിയായി. രവിവർമ്മയുടെ ഭരണത്തിന്റെ ആരംഭകാലങ്ങളിൽ മധുര നായിക്കന്മാരുടെ സൈന്യങ്ങൾ കൂടെ നാഞ്ചിനാട് ആക്രമിച്ച് കൊള്ളയിട്ടുകൊണ്ടിരുന്നു. മങ്കമ്മാൾ 1689 1706 മധുര വാഴുന്ന കാലത്തുണ്ടായ ആക്രമണങ്ങൾ നാഞ്ചിനാട്ട് വളരെ നാശങ്ങളുണ്ടാക്കി. വേണാട്ട് രാജാവിൽ നിന്ന് ബലാത്കാരേണ കപ്പം പിരിക്കാൻ മിക്കവാറും എല്ലാ വർഷവും അവർ സൈന്യത്തെ അയക്കുമായിരുന്നു. ഓരോ തവണയും അവരുടെ വടുകപ്പട, തെലുങ്കൻ പട നാട്ടിൻപുറങ്ങൾ നശിപ്പിക്കുകയും പണവും വസ്തുവകകളും കൊള്ളയടിക്കുകയും ചെയ്ത് ഭാരിച്ച സമ്പത്തുമായി തിരിച്ചുപോകും. 1697 ദളവ നരസപ്പയ്യന്റെ നേതൃത്വത്തിൽ വന്ന നായിക്ക സൈന്യം വേണാടിന്റെ മേൽ നിർണായകമായ വിജയം നേടുകയും നരസപ്പയ്യൻ നിർദ്ദേശിച്ച വ്യവസ്ഥകളെല്ലാം അതേപടി സ്വീകരിപ്പാൻ വേണാട്ട് രാജാവിനെ നിർബന്ധിക്കുകയും ചെയ്തു. കരം പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ക്രൂരമായ ഭരണത്തിനും പിള്ളമാരുടെ മർദ്ദനത്തിനും എതിരായി നാഞ്ചിനാട്ടിലെ ജനങ്ങൾ കൂട്ടിയ പ്രക്ഷോഭണം ആ കാലത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. അവർ 1702 പല സ്ഥലങ്ങളിൽ തുടർച്ചയായി യോഗം ചേർന്ന് സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും രാജാവ് തങ്ങളുടെ സങ്കടം വേണ്ടവണ്ണം പരിഹരിച്ചില്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ അതിർത്തിയിലോ വെളിയിലോ ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് കുടിയൊഴിഞ്ഞു പോകുമെന്ന ദൃഢനിശ്ചയം പ്രഖ്യാപിച്ചുകൊണ്ടും ചില തീരുമാനങ്ങൾ അംഗീകരിച്ചു. പഴയ നാഞ്ചിനാട്ടുകാരുടെ ഈ യോഗങ്ങളായിരുന്നിരിക്കണം നമ്മുടെ നാട്ടിൽ നിസ്സഹകരണത്തെ ഒരു രാഷ്ട്രീയ സമരായുധമാക്കി ആദ്യമായിട്ട് രൂപപ്പെടുത്തിയത്. രവിവർമ്മയുടെ ഭരണകാലത്ത് രാജ്യത്തെ പല മേഖലകളായി വിഭജിക്കുകയും കരങ്ങൾ പിരിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും ചെയ്തു. ഏതായാലും അന്ന് ഭരണകാര്യങ്ങളിൽ ശൈഥില്യവും ദൗർബല്യവും ഗണനീയമാംവിധം പ്രകടമായിരുന്നു. ആദിത്യവർമ്മ. രവിവർമ്മയ്ക്ക് ശേഷം ആദിത്യവർമ്മ 1718 1721 രാജാവായി. ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം കുടിയാന്മാരും തമ്മിലുള്ള കലഹം അദ്ദേഹത്തിന്റെ കാലത്ത് കലശലായിരുന്നു. കുടിയാന്മാർ കൽക്കുളം കൊട്ടാരത്തിൽ വെച്ച് രാജാവിനെ കണ്ട് പരാതി ബോധിപ്പിച്ചെങ്കിലും അവരുടെ സങ്കടത്തിന് പരിഹാരമുണ്ടായില്ല. അവർ വലിയൊരു സംഘമായി സമരമനോഭാവത്തോടെ തിരുവനന്തപുരത്തേക്ക് നീങ്ങി. അവിടെ ചെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ചെങ്കൊടി നാട്ടിയിട്ട് യോഗക്കാർ മുൻപാകെ സങ്കടം അറിയിച്ചു. ആദിത്യവർമ്മയുടെ കാലത്ത് രാജ്യത്തുടനീളം അരക്ഷിതാവസ്ഥയും കുഴപ്പവുമായിരുന്നു. 1721 ഏപ്രിൽ 15 അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് ആറ്റിങ്ങൽ റാണിയെ കണ്ട് പാരിതോഷികങ്ങൾ നൽകാൻ പോയ 140 ഇംഗ്ലീഷുകാരെ ഒരു കൂട്ടം ആളുകൾ കൂട്ടക്കൊല നടത്തിയതും തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. രാമവർമ്മ 1721 1729 ആദിത്യവർമ്മയ്ക്ക് ശേഷം രാജാവായത്. ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജകീയ അധികാരം തകരുകയും നാഞ്ചിനാട്ടെ കുടിയാന്മാരും രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ധാരാളം ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാട്ട് രാജാവും ആദ്യമായി ഒരു ഉടമ്പടിയിൽ 1723 ഏപ്രിൽ ഒപ്പുവെക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ബ്രിട്ടീഷുകാർക്കു വേണ്ടി കുളച്ചൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് രാമവർമ്മ ഏറ്റു. അടുത്ത രാജാവകാശിയായ മാർത്താണ്ഡവർമ്മയായിരുന്നു രാജാവിനു വേണ്ടി ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. യോഗക്കാർക്കും പിള്ളമാർക്കും രാജ്യത്തിലെ മറ്റ് ശത്രുഘടകങ്ങൾക്കും എതിരായുള്ള യുദ്ധത്തിൽ സ്വന്തം നില ശക്തിപ്പെടുത്താനായിരുന്നു വേണാട്ടു രാജാവ് ഇംഗ്ലീഷുകാരുടെ സഹായം ഉറപ്പുവരുത്തിയത്. വേണാട്ടിലെ മാടമ്പിമാരുടെ ശക്തി അടിച്ചമർത്തുന്നതിന് രാമവർമ്മ മധുരനായിക്കന്മാരുടെയും സഹായം നേടി. അദ്ദേഹം 1726 മധുരനായിക്കനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഈ ഉടമ്പടി പ്രകാരം രാമവർമ്മ മധുരനായിക്കന്മാരുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയും വർഷം തോറും 3000 രൂപ കപ്പം കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. പിള്ളമാർക്കും മറ്റ് വിരുദ്ധ ശക്തികൾക്കുമെതിരായുള്ള യുദ്ധത്തിൽ വേണാടിനെ സഹായിക്കാൻ ഒരു സൈന്യ വിഭാഗത്തെ അയച്ചു കൊടുക്കാമെന്ന് മധുരനായിക്കൻ സമ്മതിച്ചു. 1729 രാമവർമ്മ നാടു നീങ്ങിയപ്പോൾ വേണാടിന്റെ ഭാഗധേയം മാർത്താണ്ഡവർമ്മ ഏറ്റെടുത്തു.
KM പണിക്കരുടെ കേരള ചരിത്രം, എ ഹിസ്റ്ററി ഓഫ് കേരള പോലുള്ള ഗ്രന്ഥങ്ങളിൽ രാമവർമ്മ കർണാട്ടിക് നവാബുമായി ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിയല്ല. ഈ രാമവർമ്മയെയും 1721, 1729 ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന രാമവർമ്മയെയും 1758, 1798 കൂട്ടിക്കുഴയ്ക്കുകയും അന്നത്തെ രാമവർമ്മ മധുര നായ്ക്കന്മാരുമായുണ്ടായുള്ള ഉടമ്പടി ധർമ്മരാജാവ് കർണാട്ടിക് നവാബുമായുണ്ടാക്കിയ ഉടമ്പടിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇത്.